അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 5, 17 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. സുവിശേഷ വിചിന്തനം. പഴയ നിയമം പിതാവായ ദൈവത്തെക്കുറിച്ചും സുവിശേഷങ്ങൾ പുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചും സംസാരിക്കുന്നു. പഴയ നിയമത്തിൽ പിതാവായ ദൈവം ഇസ്രയേൽ ജനതയ്ക്കൊപ്പം യാത്ര ചെയ്യുകയും വസിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അധികാരം വെളിപ്പെടുത്തി. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തു പൂജാതനായി മണ്ണിലേക്ക് കടന്നുവന്ന് മനുഷ്യരോടൊപ്പം വസിച്ചപ്പോൾ പിതാവായ ദൈവം തൻ്റെ അധികാരം ക്രിസ്തുവിന് കൈമാറി. കാരണം ക്രിസ്തുവിന് മനുഷ്യൻ്റെ ബലഹീനതകളും വികാരങ്ങളും കൂടുതൽ തീവ്രമായി അനുഭവവേദ്യമായിരുന്നു. ക്രിസ്തുവിൻ്റെ വിധി വളരെ ലളിതമായിരുന്നു. സ്നേഹിക്കുന്നവന് സ്വർഗം നൽകുക, വിശക്കുന്നവന് അപ്പം നൽകി, ദാഹിക്കുന്നവന് ജലം നൽകി, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകി. ഇങ്ങനെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലാത്തതായിരുന്നു അവൻ്റെ വിധി. അവൻ പറഞ്ഞത് പ്രവർത്തിച്ചു, സ്നേഹിക്കാൻ പറഞ്ഞു, ജീവനും ജീവിതവും നൽകി സ്നേഹിച്ചു. ഇനി എൻ്റെയും നിൻ്റെയും ഊഴമാണ്. കേട്ടതു പ്രാവർത്തികമാക്കി ക്രിസ്തുവിൻ്റെ വിധിക്കായി കാത്തിരിക്കാം, സ്വർഗം കരസ്ഥമാക്കാം.
നിയോഗ പ്രാർത്ഥനകൾ. ചങ്കിലെ ചോരയാൽ എന്നെയും നിന്നെയും കഴുകി വെടിപ്പാക്കിയ പൊന്നു തമ്പുരാൻ, ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ കടബാധ്യതയാൽ ഉഴലുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന ഏറെ വ്യക്തികളെ നമുക്കറിയാം. അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ വിദ്യാഭ്യാസത്തിനായും വീട് പണിക്കും വാഹനങ്ങൾക്കും ഉപജീവനത്തിനും വേണ്ടിയുമൊക്കെ ലോണുകളെടുത്ത് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ കടബാധ്യതകൾ മാറുവാൻ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മ മാതാവ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. കേട്ടറിയണമേ. ജെറമ്യ 33:3 പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. കർത്താവായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.